അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GHIയുടെ ഡിസംബർ 2015 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the people experienced blurred near vision when reading, sewing or working at computer due to loss of elasticity of lens. Of eye that occurring in middle and old age. This is called option A, glaucoma, option B, astigmatism, option C, presbyopia, D, myopia. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്? അവർക്ക് ഏജ് ആകുന്നതിനനുസരിച്ച് മിഡിൽ ആൻഡ് ഓൾഡ് ഏജ് എന്ന് പറഞ്ഞു. മിഡിലും ഓൾഡ് ഏജ് ഉള്ള ആളുകൾക്ക് എന്തിനു ബുദ്ധിമുട്ട്? വായിക്കാനും അതേപോലെ തന്നെ തയ്ക്കുമ്പോൾ, തുന്നൽ ചെയ്യുമ്പോഴും അതുപോലെ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് എന്തുണ്ടാവുന്നു? ബ്ലർഡ് വിഷൻ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ലെൻസ് ഓഫ് ഐ. ഈ കണ്ടീഷന്റെ പേരാണ് ചോദിച്ചത്. എന്താണ് ആൻസർ? ആൻസർ ഇസ് ഓപ്ഷൻ സി, presbyopia. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ്, myopia. In such a case, distant images appear out of focus, but short objects nearby are seen clearly. This is why myopia is called near or short sightedness. myopia എന്താണ്? അടുത്തുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ദൂരെയുള്ള കാര്യങ്ങൾ ബ്ലേർഡ് ആവും. അതുകൊണ്ട് തന്നെ മയോപ്പിയ നമ്മൾ ഷോർട്ട് സൈറ്റ് എന്നും പറയും. അടുത്തുള്ളതേ കാണാൻ പറ്റൂ, ഷോർട്ട് സൈറ്റ്. അടുത്തത് ഹൈപ്പർ മെട്രോപ്പിയ, also referred to as hyperopia or long sightedness or far sightedness. The person suffering from hypermetropia will have difficulty focusing on nearby objects but can clearly see distant objects. ആൾക്ക് ഹൈപ്പർമെട്രോപ്പിയ ഉള്ള ആൾക്ക് ദൂരെയുള്ള ഒബ്ജക്ട്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ളത് കാണുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. മയോപ്പിയയിൽ ദൂരെയുള്ളത് കാണാൻ ബുദ്ധിമുട്ട്, അടുത്തുള്ളത് അയാൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ ദൂരെയുള്ളത് ബ്ലേർഡ് ആയിട്ട് കാണാം, എന്ന് അടുത്ത് കൊണ്ടുവച്ചാൽ ക്ലിയർ ആയിട്ട് കാണാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് പറയും? ലോങ് സൈറ്റ്നെസ്, അതായത് ഫാർ സൈറ്റ്നെസ്, ദൂരെയുള്ള കാര്യം ക്ലിയർ ആയിട്ട് കാണാം, അടുത്തുള്ളത് അവർക്ക് ബ്ലേർഡ് ആവും. presbyopia, refractive error that makes it hard for middle-aged and older adults to see things. presbyopia എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഉള്ള ആളുകൾക്ക് അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ സാധനങ്ങൾ കാണാൻ പറ്റൂ. അടുത്തുള്ള സാധനങ്ങൾ കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ണിങ്ങനെ ചെറുതാക്കിയാലൊക്കെ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ അടുത്തുള്ള സാധനങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ട്. അടുത്തത് ഗ്ലോക്കോമ. നമ്മുടെ ഓപ്ഷൻസിലുള്ള ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഗ്ലോക്കോമ. Glaucoma is a group of eye conditions that damage the optic nerve. The optic nerve sends visual information from eye to brain and is vital for good vision. കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്ക് സിഗ്നൽസ് കൊണ്ടുവന്ന നെർവാണ് ഓപ്റ്റിക് നെർവ്. ആ നെർവിന് ഡാമേജ് ആവുന്ന കണ്ടീഷനാണ് ഗ്ലോക്കോമ. അതിന്റെ കാരണം മോസ്റ്റ് കോമൺലി ഇറ്റ് ഇസ് ഹൈ പ്രഷർ ഓഫ് ദ ഐ. നോർമലി കണ്ണിനകത്തൊരു പ്രഷർ ഉണ്ട്. ആ പ്രഷറിനെ പറയുന്ന പേരാണ് IOP, ഇൻട്രാ ഓക്യുലാർ പ്രഷർ. ആ പ്രഷറിന്റെ നോർമൽ റേഞ്ച് ഒരു 10 to 20 mmHg ആണ്. 15 ഒക്കെയാണ് നോർമൽ റേഞ്ച്, 10 to 20 എന്ന് പറയും. അതിലും കൂടുമ്പോഴാണ് എന്ത് പറ്റുന്നത്? അത് കൂടുമ്പോഴാണ് ഗ്ലോക്കോമ എന്ന കണ്ടീഷൻ വരുന്നത്. അത് പ്രഷർ കൂടിയിട്ട് നമ്മുടെ ഓപ്റ്റിക് നെർവിനെ ഡാമേജ് ചെയ്യും. അപ്പൊ മയോപ്പിയ എന്താണ്? ഷോർട്ട് സൈറ്റ്, അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ പറ്റുന്നില്ല. ഹൈപ്പർ മെട്രോപ്പിയ എന്താണ്? ലോങ് സൈറ്റ്, ദൂരെയുള്ളത് കാണാം, അടുത്തുള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു. presbyopia എന്താണ്? മിഡിൽ ഏജിലും ഓൾഡ് ആയിട്ടുള്ളവർക്കും അടുത്തുള്ള സാധനങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ട്. ഗ്ലോക്കോമ എന്താണ്? ഓപ്റ്റിക് നെർവിന് ഡാമേജ് ഉണ്ടാകുന്നത് കാരണം കണ്ണിലെ ബ്ലഡ് പ്രഷർ കൂടുന്നത് കാരണം ഓപ്റ്റിക് നെർവിന് ഡാമേജ് ഉണ്ടായിട്ട് വരുന്ന കുഴപ്പങ്ങളാണ്. അപ്പൊ നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? ബ്ലർഡ് നിയർ വിഷൻ. അപ്പോഴേ നമുക്കറിയാം ഹൈപ്പർ മെട്രോപ്പിയ അല്ല, സ്യൂവിങ് ഓർ മയോപ്പിയ അല്ല എന്ന് മനസ്സിലായി. ബ്ലർഡ് നിയർ വിഷൻ എന്ന് പറയുമ്പോൾ റീഡിംഗ്, സീയിങ് ഓർ വർക്കിംഗ് അറ്റ് കമ്പ്യൂട്ടർ, ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് മിഡിൽ ആൻഡ് ഓൾഡ് ഏജ്. അപ്പൊ അത് രണ്ടും കൂടെ കിട്ടിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആൻസർ presbyopia ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ ഓർക്കേണ്ട presbyopia എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? മിഡിൽ ആൻഡ് ഓൾഡ് ഏജിലുള്ള ആളുകൾക്ക് വരുന്ന പ്രശ്നം, അവർക്കും അടുത്തുള്ളത് കാണാൻ പറ്റാത്തത് തന്നെയാണ് പ്രശ്നം. പക്ഷെ ഒരു കുട്ടിക്ക് ചെറുതിലേ അടുത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ അതിന് ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. പക്ഷെ ഒരു കുട്ടിക്ക് ഇപ്പൊ ദൂരെയുള്ള അടുത്തുള്ള കാര്യങ്ങൾ പ്രായമായിട്ടേ കാണാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? presbyopia. അതായത് 45 years ഓഫ് ഏജ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കുന്നത്. അതാണ് presbyopia. അപ്പൊ നമ്മൾ ഈ ഓപ്ഷനിലുള്ള എല്ലാത്തിന്റെയും മീനിങ് ഇങ്ങനെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്താന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പൊ നെക്സ്റ്റ് ടൈം ചോദിക്കുന്ന ക്വസ്റ്റിന്റെ ആൻസർ മയോപ്പിയ ആണെങ്കിൽ നമുക്ക് അതും കറക്റ്റ് ആയി എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മയോപ്പിയ ഡെഫിനേഷനോടെ തന്നേക്കുന്നത്. അതേപോലെ ഹൈപ്പർ മെട്രോപ്പിയ, presbyopia, ഗ്ലോക്കോമ. ഓക്കെ.
Next question. Part of the brain located below the thalamus but just above the brainstem that govern body temperature, thirst, sleep and sex drive is called as cerebellum, pons, cerebrum. ഹൈപ്പോതലാമസ്. അപ്പൊ രണ്ട് ക്ലൂ ഉണ്ട് ക്വസ്റ്റ്യനിൽ. ബ്രെയിൻ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ലൊക്കേറ്റഡ് ബിലോ തലാമസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും നമുക്ക് കണക്ട് ചെയ്യാം, അനാറ്റമി വെച്ചും കണക്ട് ചെയ്യാം. അല്ലെങ്കിലോ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, തേഴ്സ്റ്റ്, സ്ലീപ്പ് ആൻഡ് സെക്സ് ഡ്രൈവ്, ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലം. എന്താണ് ആൻസർ? ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഹൈപ്പോതലാമസ്. അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഡയഗ്രാം. അത് ആദ്യം മനസ്സിലാക്കുക. ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ എന്തൊക്കെയുണ്ട്? സെറിബ്രം, ഈ കാണുന്നതാണ് സെറിബ്രം. സെറിബ്രത്തിന് രണ്ട് ഹെമിസ്ഫിയർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. അതിന്റെ ഇടയിലുള്ള സെറിബ്രത്തിന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർസിന് ഇടയിലുള്ള ഈ പാർട്ടാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഇനി സെറിബ്രത്തിന് താഴെ എന്താ ഉണ്ട്? നമുക്ക് തലാമസ് ഉണ്ട്, ഈ കാണുന്നതാണ് തലാമസ്. ഇനി തലാമസിന് താഴെയായിട്ട് എന്തുണ്ട്? ഹൈപ്പോ തലാമസ് ഉണ്ട്. ഇതാണ് ഫോർ ബ്രെയിൻ. അടുത്തത് മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ പോൺസ്, ഈ കാണുന്നതാണ് പോൺസ്. അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഇരിക്കുന്നതാണ് സെറിബെല്ലം ആൻഡ് അതിന്റെ താഴെ സ്പൈനൽ കോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന പോർഷൻ ആണ് മെഡുല. ഈ മിഡ് ബ്രെയിനിനെയും ഹൈൻഡ് ബ്രെയിനിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ബ്രെയിൻ സ്റ്റെം. ഓക്കെ. സെറിബ്രൽ അക്വിഡക്ട്, ഈ കാണുന്ന പാത്വേ ആണ് സെറിബ്രൽ അക്വിഡക്ട് എന്ന് പറയുന്നത്. മിഡ് ബ്രെയിനിൽ പ്രത്യേകിച്ചില്ല, കോർപ്പറ കോഡ്രിജം എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടൊക്കെ ഉള്ളൂ, അത് ഈ ഡയഗ്രാമിൽ കാണാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഈ ഫിഗർ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഈ ഡയഗ്രാം വെച്ച് തന്നെ മനസ്സിലാക്കാം. തലാമസിന് താഴെ ഇരിക്കുന്ന എന്താണ്? ഹൈപ്പോ തലാമസ്. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ലൊക്കേറ്റഡ് ബിലോ തലാമസ് പറഞ്ഞില്ല, അങ്ങനെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. സെറിബ്രം, കോർപ്പസ് കലോസം, തലാമസ്, ഹൈപ്പോ തലാമസ്, പോൺസ്, മെഡുല, പോൺസ്, സെറിബെല്ലം, മെഡുല, സെറിബ്രൽ അക്വിഡക്ട്. ഓക്കെ. അപ്പൊ ഈ അനാറ്റമി പഠിച്ചിരിക്കുക. ഇത് അല്ലാതെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, ബ്രെയിൻ സ്റ്റെം എന്താണ്? മിഡ് ബ്രെയിൻ പ്ലസ് ഹൈൻഡ് ബ്രെയിൻ ഇസ് കോൾഡ് ബ്രെയിൻ സ്റ്റെം. ഇനി ഈ പാർട്ട് ഐഡന്റിഫൈ ചോദിച്ചാൽ അത് പോൺസ് ആണ്. അതുപോലെ സ്പൈനൽ കോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണ്? മെഡുലാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. കൂടാതെ ഇവിടെ വേറൊരു ക്ലൂ ഉണ്ടായിരുന്നു, ഫംഗ്ഷൻ, തേഴ്സ്റ്റ്, സ്ലീപ്പ് ആൻഡ് സെക്സ് ഡ്രൈവ്. ആ ഫംഗ്ഷൻ പഠിച്ചാലും നമുക്ക് പറയാൻ പറ്റും ഹൈപ്പോതലാമസ് ആണ്. ഓരോ പാർട്സിന്റെയും ഫംഗ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സെറിബ്രം. സെറിബ്രം എന്താണ്? തിങ്കിങ്, ലാംഗ്വേജ്, പ്ലാനിങ്, ഇമോഷൻസ് ആൻഡ് മെമ്മറി. അതായത് ഫ്രോണ്ടൽ ലോബ്, അങ്ങനെ കുറെ ലോബ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തിങ്കിങ്, നമ്മൾ ആലോചിക്കുന്നത്, സംസാരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. സെറിബ്രം കണ്ടെയ്ൻസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർസ് കണക്റ്റഡ് ബൈ കോർപ്പസ് കലോസം. ഇറ്റ് ഡീൽസ് വിത്ത് തിങ്കിങ്, ലാംഗ്വേജ്, പ്ലാനിങ്, മെമ്മറി. ഹൈപ്പോതലാമസ് കൺട്രോൾ ഓഫ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആൻഡ് സം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. കൂടാതെ നമ്മളിപ്പോ പറഞ്ഞ് ബേസൽ ബോഡി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നതും സെക്സ്വൽ ഡ്രൈവിനെ കൺട്രോൾ ചെയ്യുന്നതും ഹങ്കർ, തേഴ്സ്റ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ. സെറിബെല്ലം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റഡ് മൂവ്മെന്റ് ആൻഡ് പോസ്റ്റർ. നമുക്ക് ബാലൻസ് ഒക്കെ നിലനിർത്തുന്ന ആരാണ്? സെറിബെല്ലമാണ്. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റഡ് മൂവ്മെന്റ്സ്, നമ്മുടെ ശരീരത്തിലെ മൂവ്മെന്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ പോസ്റ്റർ മെയിൻ ചെയ്യും. സെറിബെല്ലത്തിന് എന്തെങ്കിലും എഫക്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, ബാലൻസ് അങ്ങ് നഷ്ടപ്പെടും. അപ്പൊ ബാലൻസ് ഒക്കെ തരുന്നത് സെറിബെല്ലമാണ്. മെഡുല ഒബ്ലോങ്കേറ്റ, control of breathing movements, heart rate, action of smooth muscles in the gut. മെഡുല ഒബ്ലോങ്കേറ്റ എന്തിനെയൊക്കെ കൺട്രോൾ ചെയ്യും? ബ്രീത്തിങ് മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യും, ഹാർട്ടിന്റെ മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യും, നമ്മുടെ GIT, സ്മൂത്ത് ഗട്ടിന്റെ മൂവ്മെന്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യും. അതേപോലെ പോൺസിലാണ് ന്യൂമോടാക്സിസ് സെന്റർ, റെസ്പിറേറ്ററി കൺട്രോൾ സെന്റർ ആണ്. അപ്പൊ അങ്ങനെ ഫങ്ഷൻസ് മനസ്സിലാക്കിയാലും നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്താം. അപ്പൊ ഈ ഡയഗ്രാം ഓർത്ത് ഈ ഫങ്ഷൻസും പഠിച്ചു വെക്കുക. അടുത്തത്, seedling of a plant grows straight upward in dark environment in order to reach the sunlight above the ground but start bending towards light. This is due to seedling. ഒരു പ്ലാന്റിന്റെ ഒരു ചെറിയൊരു തൈ ഇങ്ങനെ കിളിച്ചു വരികയാണ്. seedling of a plant grows straight upward in dark environment in order to reach sunlight above the ground. അപ്പൊ നമ്മൾ ഡാർക്ക് എൻവയൺമെന്റിൽ, ഡാർക്ക് ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ ആ ചെടിയെ നടുകയാണ്. അത് വളരുകയാണെങ്കിൽ ഡാർക്ക് എൻവയൺമെന്റിൽ മുകളിലേക്ക് തന്നെ വളരും. ആ പ്ലാന്റ് മുകളിലേക്ക് വളർന്നു വരും നോർമൽ പോലെ. പക്ഷേ സ്റ്റാർട്ട് ബെൻഡിങ് ടുവേർഡ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്ത് ലൈറ്റ് കടത്തി വിട്ടാൽ എന്തേ, അത് ലൈറ്റിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. അത് ഏത് പ്ലാന്റും കാണിക്കുന്ന കാര്യമാണ്. This is due to option A, more growth occurs on dark side, more growth occurs on light side, growth is equal on both sides, none of these. ഇതാണ് ചോദ്യം. അപ്പൊ
അതിന് നമുക്ക് ഈ ഡയഗ്രാം നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം, പിന്നെ വായിക്കാം. ഇപ്പൊ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണ്, ഞാൻ ഈ ചെടി എവിടെ നിന്നാണ് കാണാം, അപ്പൊ ഈ ചെടി എന്തെങ്കിലും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വഴി. ഇനി ഞാൻ ചെറുതായിട്ട് സ്പേസ്, ഒരു ഓപ്പൺ വിൻഡോ ഇവിടെ കൊടുക്കുകയാണ്, ആൻഡ് ഈ സ്പേസിൽ കൂടെ സൺലൈറ്റിനെ കടത്തി വിടുകയാണ് ഡെയിലി. അപ്പൊ എന്ത് പറ്റും, പതുക്കെ ഈ ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന ചെടി ഞാൻ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തു കഴിയുമ്പോൾ, അതായത് ഇതുപോലെ ഓപ്പണിംഗ് കൊടുത്തു ചെടി ഇങ്ങനെ വളയാൻ തുടങ്ങും. ഇത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിച്ചത്. എന്തുകൊണ്ടാണ്? ഈ എല്ലാ പ്ലാന്റ്സിനും സൺലൈറ്റ് വേണം അവരുടെ ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട്. അപ്പൊ സൺലൈറ്റ് കിട്ടുന്ന സൈഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ പ്ലാന്റ് ബെൻഡ് ആവും. അതൊരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ്. കൂടുതൽ സൺലൈറ്റ് കിട്ടിയാൽ കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല, കൂടുതൽ എനർജി പ്ലാന്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഗ്രോത്ത് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കത്തില്ല. സോ അതിനുവേണ്ടിയുള്ളൊരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ് സൺലൈറ്റ് ഉള്ള സൈഡിലേക്ക് വളരുക. അപ്പൊ ഈ സൺലൈറ്റിനോട് പ്ലാന്റ് കാണിക്കുന്ന ഈ റെസ്പോൺസിനാണ് എന്ന് പറയുന്നത് ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം. Okay, phototrophism. The bending of growing plant toward light is called phototrophism. ഈ പോയിന്റ് ഒക്കെ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഈ രീതിയിലും ചോദിക്കാം. ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫോട്ടോട്രോപ്പിസം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോട്രോപ്പിസം എന്താണെന്നാണ് ചോദിച്ചത്. പക്ഷെ ഇതിനോട് അനുബന്ധമായിട്ട് എല്ലാ വർഷവും ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. നെക്സ്റ്റ് ഇയർ അത് ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോട്രോപ്പിസം ഡെഫിനിഷൻ എന്താ ചോദിക്കാം. അതുകൊണ്ടാണ് എല്ലാം പറഞ്ഞു തരുന്നത്. The bending of growing plant towards light is called phototrophism. By orienting their leaves and stem towards light, plant receives maximum energy for photosynthesis. ആ ലീവ്സിനെയും സ്റ്റെമ്മിനെയും ഒക്കെ ലൈറ്റിന്റെ സൈഡിലേക്ക് ഇങ്ങനെ വളയ്ക്കുമ്പോൾ പ്ലാന്റിന് എന്ത് കിട്ടും? മാക്സിമം സൺലൈറ്റ് കിട്ടും, മാക്സിമം എനർജി കിട്ടും ഫോട്ടോസിന്തസിസ് ചെയ്യാൻ. This process is mediated by plant hormone called auxin. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോൺ. ഫോട്ടോട്രോപ്പിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആരാണ്, അല്ലെങ്കിൽ മീഡിയേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആരാന്ന് ചോദിച്ചാൽ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ആയിട്ടുള്ള ഓക്സിൻ ആണ്. Mechanism. Auxin is produced at the stem tip and promotes cell elongation. Auxin usually concentrated ഷൂട്ട് ടിപ്പിലാണ്. അപ്പൊ സ്റ്റെമ്മിന്റെ ടിപ്സിൽ ഓക്സിൻ കാണും, അത് സ്റ്റെമ്മിന്റെ അപ്വേർഡ് ഗ്രോത്തിനെ സഹായിക്കുന്നു. When light falls on that part, auxin moves to darker side of the plant shaded region. This causes cells in the darker side to grow larger than corresponding to the lighter part. This causes the plant to bend towards source of light. അതായത് ഈ പ്ലാന്റ് ഇങ്ങനെ വളർന്നു പോകുമ്പോൾ ഓക്സിജൻ എവിടെയായിരിക്കും? ഈ ടിപ്പിലായിരിക്കും. പക്ഷെ ഇങ്ങനെ ഈ പ്ലാന്റ് വളയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പൊ ഓക്സിജൻ ഈ ടിപ്പിലിരിക്കാന്ന് വെച്ചു, പെട്ടെന്ന് നമ്മളൊരു ഓപ്പണിംഗ് ഉണ്ടാക്കി സൺലൈറ്റിനെ കടത്തി വിട്ടു. അപ്പൊ എന്ത് പറ്റും? ഈ എവിടെയാണോ വിൻഡോ ഉള്ളത് ആ സൈഡിൽ കൂടുതൽ സൺലൈറ്റ് കിട്ടും കമ്പയർ ടു അതർ സൈഡ് വെച്ച്. പ്ലാന്റിൽ എല്ലാ ഒരു പ്ലാന്റിന്റെ സൈഡ് തന്നെ, എന്നാലും ഈ ഒരു സൈഡിന് സൺലൈറ്റ് കുറച്ചും ഈ സൈഡിന് സൺലൈറ്റ് കൂടുതലായിരിക്കും കിട്ടുന്നത്. ഞാൻ ഇവിടെയാണ് ഒരു വിൻഡോ, ഈ വിൻഡോ ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പൺ ചെയ്ത് വിടുമ്പോഴുള്ള കാര്യം പറഞ്ഞത്. ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സൈഡിന് മൊത്തം, നമ്മളുടെ കൈയുടെ ലെഫ്റ്റ് സൈഡ്, ആ സൈഡിന് മൊത്തം നല്ല സൺലൈറ്റ് കൂടുതൽ കിട്ടും, ആൻഡ് ഈ സൈഡിന് സൺലൈറ്റ് കുറച്ച് കുറവായിരിക്കും കിട്ടുക കമ്പയർ ടു ദിസ് സൈഡ്. അപ്പൊ എന്ത് പറ്റും? ഈ ടിപ്പിലിരിക്കുന്ന ഓക്സിജൻ മൊത്തം ഇപ്പുറത്തെ സൈഡിൽ ചെന്ന് കോൺസെൻട്രേറ്റ് ആവും, ഡാർക്ക് സൈഡിൽ ചെന്ന് കോൺസെൻട്രേറ്റ് ആവും. ഓക്സിജന്റെ ഫംഗ്ഷൻ എന്താ? ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഈ സൈഡ് കൂടുതൽ ഗ്രോ ആവും, ഈ സൈഡ് കുറച്ച് ഗ്രോ ആവും. അങ്ങനെയാണ് പ്ലാന്റ് ഈ സൈഡിലേക്ക് ബെൻഡ് ആവുന്നത്. ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിന്റെ ഗ്രോത്ത് കുറവാണ് കമ്പയർ ടു ഈ ഒരു സൈഡിന്റെ ഗ്രോത്ത്. ഓക്കെ, അതായത് ഞാൻ നേരെ ഒരു ചെടി നിൽക്കുമ്പോൾ രണ്ട് സൈഡ് ഒരേപോലെ വളർത്താം. പക്ഷെ ആ ചെടി ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ, ഒരു സൈഡിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഈ മുകളിലത്തെ അറ്റമായിരിക്കല്ലേ കൂടുതൽ വളരേണ്ടത്. ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കും, മുകളിലത്തെ അറ്റമല്ലേ കൂടുതൽ വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വളയാൻ പറ്റുന്നത്. അപ്പൊ ഈ മുകളിലത്തെ സൈഡ് കൂടുതൽ വളയാൻ സഹായിക്കുന്ന ആരാണ്? ഓക്സിൻ ആണ്. ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന പ്ലാന്റിന് പ്രത്യേകിച്ച് ചെവിയൊന്നും ഇല്ലല്ലോ, നമുക്ക് പോയി പറയാം സൺലൈറ്റ് വരുന്നുണ്ട് ഇങ്ങോട്ട് വളയാൻ. അപ്പൊ പ്ലാന്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? പ്ലാന്റിനകത്തിരിക്കുന്ന ഓക്സിൻ ആണ്. സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്, അപ്പൊ അങ്ങോട്ടേക്ക് വളർന്നാൽ നല്ലതായിരിക്കും. എങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിരിക്കും, സൺലൈറ്റ് കുറവുള്ള സൈഡിൽ പോയിരിക്കാം. അപ്പൊ ആ സൈഡിൽ വളർച്ച കൂടും, ഇപ്പുറത്തെ സൈഡിൽ വളർച്ച കുറയുകയും ചെയ്യും. അങ്ങനെ ആ സൈഡ് കൂടുതൽ വളർന്നത് വളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലാന്റ് സണ്ണിന്റെ ഡയറക്ഷനിലേക്ക് പോകും. നമുക്കൊരു ബ്രെയിൻ ഉള്ള പോലെ പ്ലാന്റിന് ബ്രെയിൻ ഇല്ല, ഇങ്ങോട്ടേക്ക് തിരി എന്ന് പറയുമ്പോൾ തിരിയില്ല. അപ്പൊ പ്ലാന്റിന്റെ ബോഡിയിൽ നടക്കുന്ന ഓക്സിന്റെ റോളാണ് ഈ പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഈ ഗ്രോത്തിനെ ബേസ് ചെയ്താണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. പ്ലാന്റ് എന്തുകൊണ്ട് സണ്ണിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു? ഫോട്ടോട്രോപ്പിസം കാരണം. അതിന് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആരാ? ഓക്സിൻ. അതൊന്നും അല്ല ചോദ്യം. മോർ ഗ്രോത്ത് ഏത് സൈഡിൽ അക്കർ ചെയ്യുന്നത്? മോർ ഗ്രോത്ത് അക്കേഴ്സ് ഓൺ ഡാർക്ക് സൈഡ്,
more growth occurs on right side, growth is equal on both sides, none of these. അപ്പൊ growth is equal on both sides എന്തായാലും അല്ല, കാരണം ഇതാണ് ഈക്വൽ ഗ്രോത്ത് ഓൺ ബോത്ത് സൈഡ്. സൺലൈറ്റ് ഇല്ലാത്തപ്പോൾ ഉള്ള കാര്യം, സൺലൈറ്റ് വരുമ്പോൾ കളയുന്നത് ഈക്വൽ ഗ്രോത്ത് അല്ല ബോത്ത് സൈഡ്സ്. അപ്പൊ ആ ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഗ്രോത്ത് ഇസ് മോർ ഓൺ ഡാർക്ക് സൈഡ്, ഗ്രോത്ത് ഇസ് മോർ ഓൺ ലൈറ്റ് സൈഡ്. അതിപ്പോ നമുക്ക് ഈ ഡയഗ്രാം കണ്ടറിയാം. ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞ് ഈ ഒരു സൈഡ് സൺലൈറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് കിട്ടുന്ന സൈഡ്, ലൈറ്റ് സൈഡ് എന്ന് പറഞ്ഞ് സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് വന്ന് പതിക്കുന്ന സൈഡ്. ഡാർക്ക് സൈഡ് നോക്കിയ ഗ്രൗണ്ടിൽ ഇവിടെ വരെ വളർന്നു കഴിഞ്ഞു, ലൈറ്റ് സൈഡ് നോക്കിയ ഗ്രൗണ്ടിൽ ഇത്രയും വളർന്നുള്ളൂ. അപ്പൊ കൂടുതൽ ഗ്രോത്ത് എവിടെയാണ് നടന്നത്? ഡാർക്ക് സൈഡിലാണ് നടന്നത്. അതുകൊണ്ട് പ്ലാന്റിന് എന്ത് ചെയ്യാൻ പറ്റി? അങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റി. നേരെ മറിച്ച് ഈ സൈഡിലായിരുന്നു കൂടുതൽ ഗ്രോത്ത് എങ്കിൽ ബെൻഡ് ഇപ്പത്തെ സൈഡിലേക്കായിരുന്നു, സണ്ണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഗ്രോത്ത് ഇസ് മോർ ഓൺ ദ ഡാർക്ക് സൈഡ്. മോർ ഗ്രോത്ത് ഓൺ ഡാർക്ക് സൈഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇങ്ങനെ പ്രോസസ് മൊത്തം മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ഫോട്ടോ പ്രോസസ് ആണ് റെസ്പോണ്ട് ഓഫ് പ്ലാന്റ് ടുവേർഡ്സ് സൺലൈറ്റ് റെസ്പോൺസ്. ഇറ്റ് ഇസ് കൺട്രോൾഡ് ബൈ ഓക്സിൻ ഹോർമോൺ. Mechanism: oxygen is reduced at temperature when light falls on plant. Oxygen moves towards dark center of the plant. That causes cells in that region to grow larger than the cells corresponding to lighter side. This causes the plant to bend towards source of light. Hormone that causes liver to convert stored glycogen into glucose, which is released into bloodstream when the concentration of glucose in the blood is low. അതായത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിനെ കൊടുക്കുന്ന ആരാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻസുലിൻ, ഓപ്ഷൻ ബി ഗ്ലൂക്കോഗൺ, ഓപ്ഷൻ സി കോർട്ടിസോൾ, ഓപ്ഷൻ ഡി കാൽസിറ്റോണിൻ. ആൻസർ ഇസ് ഓപ്ഷൻ ബി ഗ്ലൂക്കോഗൺ. നമുക്ക് ഓരോന്നിന്റെയും ഫംഗ്ഷൻ നോക്കാം. ആദ്യമേ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗൺ. Insulin and glucagon are endocrine hormones synthesized by pancreas which help in regulation of blood glucose levels. 3 point. Endocrine gland ആണ് പാൻക്രിയാസിന് എൻഡോക്രൈനും എക്സോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ എൻഡോക്രൈൻ പാർട്ട് ഓഫ് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോണാണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗൺ. അതിന്റെ ഫംഗ്ഷൻ ആണ് ബ്ലഡ് റെഗുലേഷൻ. Next, when the body digests food rich in carbohydrates, glucose is released into bloodstream. This leads to an increase in blood glucose level in the body. Consequently, pancreas sends chemical signals in the form of insulin that direct all the cells in the body to take the glucose. അപ്പൊ ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എന്റെ ഫുഡ് വയറ്റിൽ ചെന്നു, വേഗം ഡൈജഷൻ നടന്നു. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡൈജഷന്റെ എൻഡ് പ്രോഡക്റ്റ് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഗ്ലൂക്കോസ് ഫോം ആയി ആ ഗ്ലൂക്കോസ് എല്ലാം ഇൻറ്റസ്റ്റൈൻ വഴി ബ്ലഡിലേക്കാണ് റിലീസ് ആകുന്നത്. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടി. പെട്ടെന്ന് തന്നെ പാൻക്രിയാസ് എന്ത് ചെയ്യും? ഇൻസുലിനെ റിലീസ് ചെയ്യും. ഈ ഇൻസുലിൻ ചെന്നിട്ട് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോഗൺ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിവറിലങ്ങ് സ്റ്റോർ ചെയ്യും. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞു. Several hours after meal, blood glucose level in the body are low. This signals the pancreas to secrete glucagon, which signals the liver and muscles to convert the glycogen back to glucose, which is then readily absorbed by the other cells to produce energy. ഇനി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഉടനെയുള്ള അവസ്ഥയാണ്, നമ്മൾ ഫുഡ് കഴിച്ചു, പെട്ടെന്ന് നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ആയപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി. കാരണം കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ എൻഡ് പ്രോഡക്റ്റ് ആണ് ഈ ഗ്ലൂക്കോസ്. അപ്പൊ ഫുഡ് കഴിച്ചു, ഡൈജസ്റ്റ് ആയി, അതെല്ലാം കാർബോഹൈഡ്രേറ്റ് എല്ലാം ഗ്ലൂക്കോസ് ആയി മാറി. ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കൂടി. ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് അധികം കൂടാൻ പാടില്ല. പെട്ടെന്ന് തന്നെ പാൻക്രിയാസ് ആരെ റിലീസ് ചെയ്യും? ഇൻസുലിനെ റിലീസ് ചെയ്യും. ഇൻസുലിൻ ആരെയാണ് പിടിക്കുന്നത്? ഗ്ലൂക്കോസിനെ പിടിക്കും. എന്നിട്ട് ഗ്ലൂക്കോസിനെ കൺവേർട്ട് ആക്കും ഗ്ലൈക്കോജൻ ആയിട്ട്. ഇത് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും? ലിവറിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെയുള്ള അവസ്ഥയാണ്. ഇഷ്ടംപോലെ ഗ്ലൂക്കോസ് ഉള്ള, അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ ഇറങ്ങി വന്നു. ഇൻസുലിൻ പോയി ഗ്ലൂക്കോസിനെ എല്ലാം വെച്ചു ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്ത് ലിവറിൽ കൊണ്ട് വെച്ചു. ഇനിയിപ്പോ ഫുഡ് കിട്ടാത്തൊരവസ്ഥ ശരീരത്തിൽ വരുമ്പോഴോ അന്നേരം ഗ്ലൂക്കോസ് ഇല്ല, ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് കുറവാണ്. ഒരു നോർമൽ ലെവലിൽ ഗ്ലൂക്കോസ് വേണം, അതിൽ നിന്ന് കൂടുമ്പോഴാണ് ഇൻസുലിൻ വരുന്നത്. അതിൽ നിന്ന് കുറയുമ്പോ വരുന്ന ആളാണ് ഗ്ലൂക്കോഗൺ ഹോർമോൺ. ഗ്ലൂക്കോഗൺ മറ്റ് എന്ത് ചെയ്യും? ഗ്ലൈക്കോജനെ പോയി പിടിക്കും. എന്നിട്ട് ലിവറിലിരിക്കുന്ന ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്ത് തിരിച്ച് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ബ്ലഡിന്റെ ആവശ്യത്തിന് ഗ്ലൂക്കോസ് ആയി. ആ ഗ്ലൂക്കോസ് എല്ലാ സെൽസിലും യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന്റെ റോളുള്ള രണ്ട് ഹോർമോൺസ് ആണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗൺ. സെക്രറ്റ് ചെയ്യുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിന് എൻഡോക്രൈനും എക്സോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. എൻഡോക്രൈൻ പാർട്ടാണ് ഇൻസുലിനും ഗ്ലൂക്കോഗണും സെക്രറ്റ് ചെയ്യുന്നത്. ഇൻസുലിന്റെ ഫംഗ്ഷൻ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ കുറക്കുക എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി ഗ്ലൂക്കോഗണിന്റെ ഫംഗ്ഷൻ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ കൂട്ടുക മീൻസ് ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി അടുത്ത ഹോർമോൺസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാണ്?
cortisol and calcitonin. Cortisol plays important role in stress response. Maintaining an adequate balance of cortisol is essential for health. അതായത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആണ് കോർട്ടിസോൾ. അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിൽ സെക്രേറ്റ് ആവുന്ന ഹോർമോൺ ആണ്. സ്ട്രെസ് റെസ്പോൺസിനെ കൺട്രോൾ ചെയ്യും. അടുത്തത് calcitonin. Calcitonin's main job is to lower calcium level in your blood, not your bones. It does this in two main ways. Calcitonin inhibits the activity of osteoclasts, which are cells that break down the bone. When osteoclasts break down the bone, the calcium from your bone is released to bloodstream. ഇതുപോലെയാണ് നമ്മുടെ കാൽസിറ്റോണിൻ ഹോർമോൺ. കാൽസിറ്റോണിൻ ഹോർമോൺ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യം ലെവലിനെ കുറയ്ക്കും. ബ്ലഡിൽ കാൽസ്യത്തിനെ കുറയ്ക്കണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ബോണിൽ കാൽസ്യത്തിന്റെ അളവ് കൂട്ടണം. അപ്പൊ കൂടുതൽ എന്ത് ചെയ്യും? കൂടുതൽ കാൽസ്യത്തിനെ കൺവേർട്ട് ചെയ്ത് ബോണാക്കി മാറ്റും. അതുപോലെ ബോണിനെ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സെൽസ് ഉണ്ട്, ഓസ്റ്റിയോക്ലാസ്റ്റ് സെൽസ്. അത് ഒരു ബാലൻസ് ആണ്. ചില സെൽസ് ബോണിനെ നശിപ്പിക്കും, ചില സെൽസ് ബോണിനെ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഓസ്റ്റിയോക്ലാസ്റ്റ് സെൽസ് ബോണിനെ നശിപ്പിക്കുമ്പോഴും പുതിയ നശിക്കുമ്പോൾ ബോണിന്റെ കമ്പോണന്റ് അല്ലേ കാൽസ്യം. ആ കാൽസ്യം ബ്ലഡിലേക്ക് റിലീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കാം. അതിന് കാൽസിറ്റോണിനാണ് എന്ത് ചെയ്യുന്നത്? ബോഡിയിലെ കാൽസ്യത്തിന്റെ അളവ്, ബ്ലഡിലെ കാൽസ്യത്തിന്റെ അളവ് ലോവർ ചെയ്യുന്നത്. ലോവേഴ്സ് ദ കാൽസ്യം ലെവൽ ബ്ലഡ്. ലോവർ ചെയ്യാണ്, പുറത്തൊന്നും കൂട്ടുകയല്ല. എവിടെ? ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കും. ബ്ലഡിൽ കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോണിൽ കാൽസ്യത്തിന്റെ അളവ് കൂട്ടണം, എന്നാലേ ബാലൻസ് ആകും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹോർമോൺ കോസസ് ലിവർ ടു കൺവേർട്ട് സ്റ്റോർഡ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. ഈ ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇൻസുലിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോൺ, ഈ രണ്ടിൽ ഏതോ ആണ് ആൻസർ. കോർട്ടിസോളും കാൽസിറ്റോണിനും അല്ല. ഇനി ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യാണ്, ഗ്ലൂക്കോസിനെ ഫേവർ ചെയ്യാണ്. ഫേവർ ചെയ്യുന്ന ആളാരാണ്? ഗ്ലൂക്കോകൾ. അതേസമയം ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസിനെതിരെ പ്രവർത്തിക്കുകയാണ്. ഗ്ലൂക്കോസിനെ എല്ലാം ഗ്ലൈക്കോജനാക്കി മാറ്റാം. അതാരാണ്? ഇൻസുലിൻ. അപ്പൊ ഹിയർ ദ ആൻസർ ഇസ് ഗ്ലൂക്കോൺ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തിരിച്ച് ഇൻസുലിൻ ആൻസർ വരുന്ന രീതിയിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ കോർട്ടിസോൾ ആൻസർ വരുന്ന രീതിയിൽ ചോദിക്കാം. അതുപോലെ തന്നെ ബോഡിയിലെ ബ്ലഡിലെ കാൽസ്യം ലെവൽസ് ലോവർ ചെയ്യുന്ന ഹോർമോൺ ഏതാണ്, ആ രീതിയിൽ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കാൽസിറ്റോണിനാണ് ആൻസർ ആയിട്ട് എഴുതുന്നത്. Both Culex and Anopheles mosquitoes are the vector for the transmission of disease. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഏതൊക്കെ ഡിസീസിന്റെ ട്രാൻസ്മിറ്റിംഗ് ഏജന്റ് ആണ് ക്യൂലെക്സ് ആൻഡ് Anopheles മസ്കിറ്റോ? ഈ രണ്ട് മസ്കിറ്റോ ഈ അസുഖത്തിന് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, Anopheles ഫൈലേറിയൽ വർം. The matching pair is, matching correct pair ഏതാണ് ചോദിക്കുന്നത്? Anopheles ഫൈലേറിയൽ വർം, Culex plasmodium parasite, Anopheles plasmodium parasite, Culex pneumococcus. The correct answer is female Anopheles mosquito, plasmodium parasite. മലേറിയ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ്. Anopheles mosquito മലേറിയൽ പാരസൈറ്റ്, അതായത് പ്ലാസ്മോഡിയത്തിന് അതേപോലെ തന്നെ ഫൈലേറിയയുടെ ട്രാൻസ്മിഷന് സഹായിക്കും. ഇവിടെ Anopheles ഫൈലേറിയൽ വർം എന്നും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ആൻസർ Anopheles plasmodium parasite ആണ്. ഇനി ക്യൂലെക്സ് പ്ലാസ്മോഡിയം പാരസൈറ്റ്. പ്ലാസ്മോഡിയം പാരസൈറ്റിൽ ക്യൂലെക്സ് പറയുന്നില്ല. ക്യൂലെക്സിന് പാൻക്രോക്കിയൻ ഫൈലേറിയാസിസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, വെസ്റ്റ് നൈൽ ഫീവർ, വൈറൽ ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ട്. അടുത്തത് Anopheles plasmodium parasite ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ക്യൂലെക്സ് ന്യൂമോകോക്കസ്. ക്യൂലെക്സിന് ന്യൂമോകോക്കസ് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ Anopheles മലേറിയൽ പാരസൈറ്റ്. ഏറ്റവും കറക്റ്റ് Anophelesന് മലേറിയൽ പാരസൈറ്റ്. അതായത് ക്യൂലെക്സിനെ കാട്ടിലും, ക്യൂലെക്സ് നമ്മൾ യൂഷ്വലി പറയുന്നത് ഫൈലേറിയൽ പാരസൈറ്റ് വരുമ്പോഴാണ് പറയുന്നത്. Anopheles നമ്മൾ പറയുന്നത് പ്ലാസ്മോഡിയം പാരസൈറ്റ്. അപ്പൊ Anophelesന് പ്ലാസ്മോഡിയം പാരസൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കും, ഫൈലേറിയൽ വർമിനെയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കും. എന്നാലും കുറച്ചുകൂടെ കറക്റ്റ് ആൻസർ എന്താണ്? Anopheles plasmodium parasite. Largest endocrine gland is option A liver, B thyroid, C pituitary, D thymus. Answer is option B thyroid. Thyroid gland is the largest endocrine gland of the body. It is present in the neck region, responsible for secretion of hormones like thyroxine that control the metabolic rate in the body. Thyroid gland എന്താണ്? endocrine gland ആണ്. largest endocrine gland ആണ്. എവിടെയായിരിക്കുന്നത്? നെക്കിന്റെ റീജിയനിൽ വരുന്നത്. ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ് ആണ്.
secretion of hormone thyroxine. Thyroxine hormone ആണ് റിലീസ് ചെയ്യുന്നത്. ഇറ്റ് കൺട്രോൾസ് മെറ്റബോളിക് റേറ്റ്, നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോയ്ഡ് ഹോർമോൺ. ഇനി തൊട്ട് ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തേക്ക് ഏതാ? ലിവർ. നമുക്ക് തെറ്റാൻ പറ്റിയ നമ്മൾ ലിവർ ആണ് നമുക്ക് കിട്ടാൻ ടെൻഡൻസി വരും. ലിവറിന് ഒരു സ്പെഷ്യാലിറ്റി, ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. എൻഡോക്രൈൻ എന്ന് പറഞ്ഞിട്ടില്ല, വെറും ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ലിവർ ആണ്. ഇറ്റ് ഇസ് ഓൾസോ ലാർജസ്റ്റ് ഇന്റർണൽ ഓർഗൻ ഇൻ അവർ ബോഡി ആൻഡ് ക്യാൻ വെയ് അപ് ടു 1.5 kg പെർ ഹ്യൂമൻ. ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ എന്ന് ചോദിച്ചാൽ അത് ലിവർ ആണ്. ഇനി ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് വെറുതെ ഗ്ലാൻഡ് എന്ന് മാത്രം പറഞ്ഞത് ലിവർ ആണ്. ലിവറിന്റെ വെയിറ്റ് 1.5 kg. അഡൽട്ട് ലിവറിന്റെ വെയിറ്റ് 1.5 kg, 1.5 കിലോയോളം വെയിറ്റ് ലിവറിന് വരും. ദാറ്റ് ഇസ് 1/50 ഓഫ് ബോഡി വെയിറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ലിവർ. അതേസമയം എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ആൻസർ തൈറോയ്ഡ്. ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി, ഇന്റേണൽ ഓർഗൻ എന്ന് ചോദിച്ചാൽ ലിവർ. അല്ല, ജനറൽ ആയിട്ട് ലാർജസ്റ്റ് ഓർഗൻ ചോദിച്ചാൽ എന്താണ് ആൻസർ? സ്കിൻ ആണ് ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. അതായത് എല്ലായിടത്തും സ്പ്രെഡ് ആയിരിക്കുന്ന ഓർഗൻ അല്ലേ സ്കിൻ. എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ബോഡിയിൽ പുറമെ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഉള്ളതായിരിക്കും ഏറ്റവും വലുത് ഇൻ ടേംസ് ഓഫ് ഏരിയ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലാർജസ്റ്റ് ഓർഗൻ സ്കിൻ ആണ്. ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ എന്ന് ചോദിച്ചാൽ ലിവർ. ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് ചോദിച്ചാൽ ലിവർ. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് ചോദിച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡ്. കൂടാതെ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന, ഇനി ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ് അങ്ങനെ ചോദിക്കും. തൈറോയ്ഡ് എന്ന് എടുത്ത് പറയാതെ. തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൈറോക്സിൻ വരും. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് വെച്ചാൽ അതും തൈറോക്സിൻ ആണ്. തൈറോക്സിന്റെ ഫംഗ്ഷൻ എന്താ? മെറ്റബോളിക് റേറ്റ് കൺട്രോൾ ചെയ്യും. അടുത്തത് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ഇസ് ഡ്യൂ ടു 44A plus XXY, 44A plus XY, 45A plus XY, 44A plus XO. Answer is 45A plus XY. നമുക്കറിയാം ഡൗൺ സിൻഡ്രോം ഉണ്ട്, ക്ലൈനിഫെൽറ്റർ സിൻഡ്രോം ഉണ്ട്, ടേണർ സിൻഡ്രോം ഉണ്ട്. അതില് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാല് എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ഓട്ടോസോം കാണും. നോർമലി നമുക്ക് 23 പെയർ ഓഫ് ക്രോമസോംസ് ആണ്, അതായത് 46 ക്രോമസോംസ് ആണ്. അതിൽ 22 പെയർ എന്ന് പറയുന്നത് ഓട്ടോസോംസ് ആണ്, 1 പെയർ എന്ന് പറയുന്നത് സെക്സ് ക്രോമസോംസ് ആണ്. ഈ ഓട്ടോസോംസ് പറയുന്നത് മറ്റു ഫംഗ്ഷൻസിനെ കൺട്രോൾ ചെയ്യും, പക്ഷെ സെക്സ് ഡിറ്റർമിനേഷനിൽ അവർക്ക് റോൾ ഇല്ല. പക്ഷെ സെക്സ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സെക്സ് ഡിറ്റർമിനേഷനിൽ റോൾ ഉണ്ട്. അത് എക്സ് ആണെങ്കിൽ ആ ഇൻഡിവിജ്വലി മെയിൽ ആയിരിക്കും, XY ആണെങ്കിൽ ഇൻഡിവിജ്വലി XX ആണെങ്കിൽ ഇൻഡിവിജ്വലി ഫീമെയിൽ ആയിരിക്കും, XY ആണെങ്കിൽ ഇൻഡിവിജ്വലി മെയിൽ ആയിരിക്കും. ഇങ്ങനെയാണ് നോർമൽ. അപ്പൊ നമ്മുടെ ആയിട്ട് ഒരു ഹ്യൂമൻ മെയിലിന്റെ, നോർമൽ ആയിട്ട് ഒരു ഹ്യൂമൻ മെയിലിന്റെ ക്രോമസോം നമ്പർ എന്ന് പറഞ്ഞാല് 45A plus 44A plus XY. നോർമൽ മെയിൽ എന്ന് പറഞ്ഞാൽ 44A plus XY. അതായത് 44 ഓട്ടോസോംസ്. പിന്നെ മൊത്തം 46 ക്രോമസോംസ് ഉണ്ട്, 23 പെയർ അല്ലെ 46 ഉണ്ട്. അതില് 44 എണ്ണം ഓട്ടോസോംസ്. അപ്പൊ നമ്മൾ 44A plus XY, 2 സെക്സ് ക്രോമസോം. നോർമൽ ഹ്യൂമൻ ഫീമെയിലിന്റെ എങ്ങനെയായിരിക്കും? 44A plus XX, 44 ഓട്ടോസോം, 2 സെക്സ് ക്രോമസോം. ഫീമെയിൽ ആയതുകൊണ്ട് അത് എങ്ങനെയായിരിക്കും? XX. മെയിലിനാണെങ്കിൽ 44A plus XY. ഇത്രയും നോർമൽ അറിഞ്ഞിരുന്നു കഴിഞ്ഞാല് ഇനി നമുക്ക്, ഞാൻ പറയാണ്, ഒരു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ആണ്, അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഒരു ഓട്ടോസോമിന്റെ എണ്ണം കൂടുതലാണ്, ഓട്ടോസോം നമ്പർ 21ന്റെ എണ്ണം കൂടുതലാണ് എന്ന് പറയുമ്പോൾ 44A എന്നുള്ളത് എന്താവും? ഒരു ഓട്ടോസോമും കൂടെ കൂടിയത് 45A ആയി. സെക്സ് ക്രോമസോമിൽ ഒരു മാറ്റവും ഇല്ല. ഡൗൺ സിൻഡ്രോം സെക്സ് ക്രോമസോമിനെ ബാധിക്കത്തില്ല. അപ്പൊ എന്താണ് ഡൗൺ സിൻഡ്രോമിന്റെ ആൻസർ? 45A plus XY. ഇനി ഞാൻ പറയാണ്, ഒരു കുട്ടിക്ക് ക്ലൈനിഫെൽറ്റർ സിൻഡ്രോം ഉണ്ട്. അതിന്റെ അർത്ഥം ആ കുട്ടി ഒരു ഫീമെയിൽ ആണ്, പക്ഷെ ആ കുട്ടി ഒരു മെയിൽ ആണ്, പക്ഷെ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ട്. ഓക്കെ, അപ്പൊ നോർമൽ മെയിൽ എങ്ങനെയാ? 44A plus XY. ഇനി ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വരുമ്പോ 44A തന്നെ, കാരണം ഓട്ടോസോമിനെ എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ സെക്സ് ക്രോമസോമിൽ ഒരു എക്സ്ട്രാ എക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? XY. ഇനി അടുത്ത് ഞാൻ പറയാണ്, ഒരു കുട്ടിക്ക് ടേണർ സിൻഡ്രോം ആണ് എന്ന് വെച്ചാൽ ആ കുട്ടി ഒരു പെൺകുട്ടിയാണ്, പക്ഷെ ഒരു എക്സ് ക്രോമസോം കുറവാണ്. അപ്പൊ എങ്ങനെ നോർമൽ പെൺകുട്ടിയുടെ നമ്മൾ എഴുതുന്നത്? 44A plus XX. ഈ കുട്ടി ടേണേഴ്സ് കുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു എക്സ് ക്രോമസോം കുറവാണ്. അപ്പൊ ഓട്ടോസോമിൽ മാറ്റമില്ല, 44A plus XO. ഓക്കെ, അതിനെ എഴുതിയ ഡെഫിനേഷൻ മനസ്സിലാക്കുക.
നോർമൽ മനസ്സിലാക്കുക, ഓരോ ഡെഫിനിഷൻ അനുസരിച്ച് മാറ്റുക. നോർമൽ എന്ന് പറഞ്ഞാൽ ഫോർ നോർമൽ ഹ്യൂമൻ മെയിൽ 44A plus XY, ഫോർ നോർമൽ ഹ്യൂമൻ ഫീമെയിൽ 44A plus XX. ഇനി ഡെഫിനേഷൻ പഠിക്കുക. ഡൗൺ സിൻഡ്രോം മീൻസ് ട്രൈസോമി ഓഫ് 21. അപ്പൊ അവിടെ ഓട്ടോസോമിൽ എണ്ണം കൂട്ടുക, സെക്സ് ക്രോമസോമിൽ മാറ്റുന്നില്ല. 44A becomes 45A plus XY. ഇനി ക്ലൈനൽ ബെർത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കോസ് ബൈ പ്രസൻസ് ഓഫ് എൻ എക്സ്ട്രാ സെക്സ് ക്രോമസോം, അതായത് എക്സ് ക്രോമസോം, XXY ഇൻസ്റ്റെഡ് ഓഫ് XY. അപ്പൊ 44A plus XY എന്നുള്ളത് 44A plus XXY എന്ന് എഴുതണം. അടുത്ത ടേണേഴ്സ്. ദിസ് ഇസ് കോസ് ബൈ ലാക്ക് ഓഫ് സെക്സ് ക്രോമസോം ഇൻസ്റ്റെഡ് ഓഫ് XX. അപ്പൊ ഇവിടെ ഫീമെയിൽ ആണ്, നോർമൽ ഫീമെയിൽ ആണെങ്കിൽ 44A plus XX ആണ്. ഇവിടെ ഒരു എക്സ് ക്രോമസോം കുറവാണ്, 44A plus XO. രണ്ട് രീതിയിലും ചോദിക്കാം. ക്രോമസോം നമ്പർ അനുസരിച്ച് ചോദിക്കാൻ പറയും, ചിലപ്പോൾ ഡയറക്റ്റ് ഡെഫിനേഷൻ ആയിട്ടും ചോദിക്കാം. അപ്പൊ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് ഗ്രേറ്റ് റിഡക്ഷൻ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ലിംഫോസൈറ്റ്സ് that disrupts the proper functioning of immune system. This occurs due to acquired immune deficiency syndrome, typhoid, dengue fever, malaria. അല്ലെ, നമ്മൾ ബാക്കി എല്ലാം നമ്മൾ പഠിച്ച ഡിസീസ് തന്നെ. അപ്പൊ നമുക്കറിയാം റിഡക്ഷൻ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ലിംഫോസൈറ്റ്സ് നടക്കുന്ന എവിടെയാണ്? നമ്മുടെ T ലിംഫോസൈറ്റ്സിനെയൊക്കെ ബാധിച്ച് CD4+ സെൽസിനെയൊക്കെ നശിപ്പിക്കുന്ന എയ്ഡ്സിലാണെന്ന് അറിയാം. അല്ലാതെ തന്നെ എയ്ഡ്സിന്റെ ഡെഫിനേഷൻ അറിയാമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് ബാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എയ്ഡ്സ് ആണെന്ന് ആ പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഇനിയിപ്പോ ഡിസീസിനെ പറ്റി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എയ്ഡ്സ് കോസ് ചെയ്യുന്ന വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV വൈറസ്. Acquired immunodeficiency syndrome AIDS is caused by HIV or human immunodeficiency virus. AIDS ന്റെ വൈറസിലാണ് HIV അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്. AIDS ന്റെ ഫുൾ ഫോം ആണ് acquired immunodeficiency syndrome. The infection causes progressive destruction of the cell-mediated immunity. CMI, cell-mediated immunity ആണ് എഫക്ട് ചെയ്യുന്നത്. രണ്ട് ഇമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക്, ഹ്യൂമറിലും സെൽ-mediated. സെൽ-mediated immunity ആണ് ഇത് എഫക്റ്റഡ് ആവുന്നത്. Primarily by eliminating CD4+ T helper T lymphocytes. എന്തിനെയാണ് നശിപ്പിക്കുന്നത്? നമ്മുടെ T ലിംഫോസൈറ്റ്സിനെയാണ് നശിപ്പിക്കുന്നത്. ഹെൽപ്പർ ഏത് ലിംഫോസൈറ്റ്സിനെയാണ്? ഹെൽപ്പർ T ലിംഫോസൈറ്റ്സിനെയാണ് നശിപ്പിക്കുന്നത്. ഡിക്രീസ് ഇമ്മ്യൂണിറ്റി ലീഡ്സ് ടു ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ആൻഡ് സർട്ടൻ ക്യാൻസേഴ്സ്. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും? ചിലതരം ക്യാൻസേഴ്സ് വരും, അതുപോലെ തന്നെ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ്. അല്ല എങ്കിൽ വരാൻ പറ്റത്തില്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണെങ്കിൽ ഇൻഫെക്ഷൻസ് ഒന്നും നമ്മളെ ബാധിക്കാൻ പറ്റില്ല. പക്ഷേ എയ്ഡ്സ് വന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പം അത് കാരണം ആ സ്ഥലത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിനെ മുതലെടുത്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റി മുതലെടുത്തുകൊണ്ട് വരുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ. നമ്മൾ കാൻഡിയാസിസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നേരം പഠിച്ചത്. സോ അതാണ് ആൻസർ. സോ എയ്ഡ്സ് അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. HIV വൈറസ് ആണ്, സെൽ-മേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് ബാധിക്കുന്നത്. CD4+ ഹെൽപ്പർ T സെൽസിനെയാണ് ബാധിക്കുന്നത്. അത് കാരണം ഇമ്മ്യൂണിറ്റി കുറയുന്നു, അപ്പോൾ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. നെക്സ്റ്റ്, ആർക്യൂട്രിക്സ് ഷോസ് എ യൂണിക് കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്, അതായത് ആർക്യൂട്രിക്സ് എന്ന ബേർഡിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം എന്താണ് കോമ്പിനേഷൻ? എന്തിന്റെ കോമ്പിനേഷൻ ആണ് ആർക്യൂട്രിക്സ്? ഡൈനോസർ ആൻഡ് ബേർഡ്, ഡൈനോസർ ആൻഡ് ക്രോക്കഡൈൽ, ബാറ്റ് ആൻഡ് ലിസർഡ്, കെലോട്ടസ് ആൻഡ് ബേർഡ്. ഡൈനോസർ ആൻഡ് ബേർഡ് അതൊക്കെയാണ് കാണാതെ പഠിച്ചേക്കുക, അല്ല നമുക്ക് പ്രത്യേകിച്ചില്ല. പിന്നെ ഓർക്കാൻ എളുപ്പത്തിന് ഈ ഇമേജ്, അതായത് ആർക്യൂട്രിക്സിന്റെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇമേജ് ആണ്. അതായത് ഡൈനോസർ ഈ ഒരു പോർഷനൊക്കെ, ഈ ഒരു പോർഷനും ഈ സ്കെയിൽസിന്റെ ഒക്കെ പോർഷനും കുറച്ചൊക്കെ ഡൈനോസർ ഈ ഒരു ബോഡി ഇപ്പൊ ഈ വിങ്സിനെ ഒന്ന് മറച്ചു പിടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡൈനോസറിനെ ഏകദേശം റിസംബിൾ ചെയ്യും. എന്നാൽ ഈ ബീക്കിന്റെ പോർഷനും വിങ്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബേർഡ് പോലെ ഇരിക്കും. Archaeopteryx is known as the earliest and most primitive bird. Archaeopteryx is said to be considered a link between birds and reptiles. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ഒന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. Archaeopteryx shows unique combination of characteristics of dash. ആൻസർ ഡിനോസർ ആൻഡ് ബേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം. ഡിനോസർ ആൻഡ് ബേർഡ് കോമ്പിനേഷൻ വരുന്ന ജീവി ഏതാണ്? 2-3 ഓപ്ഷൻസ്. അതിന് ആൻസർ എന്താണ്? ആർക്കിയോട്രിക്സ്. ഇനി അടുത്ത ചോദ്യം, ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രിമിറ്റീവ് ബേർഡ് അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ആൻസിസ്റ്റർ ഓഫ് ബേർഡ്സ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ആർക്കിയോട്രിക്സ് ആണ്. ഇനി അടുത്ത ചോദ്യം, ആർക്കിയോട്രിക്സ് is said to be connecting link between birds and reptiles. അപ്പൊ which organism is considered as the connecting link between birds and reptiles? അവിടെ ആർക്കിയോട്രിക്സ് ആൻസർ. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചിരിക്കാം.